തുല്യവേതനത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഡാൻസേഴ്സിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ വേതനം കൂടുതൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും. നിങ്ങൾക്ക് തിരക്കാം. സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം, ഒരേ ഒരു ഭാഷ മലയാളമാണ്, കേരളമാണ്. ഈ വസ്തുതയെങ്കിലും ഡാൻസേഴ്സ് യൂണിയന്റെ പ്രതിനിധികളോട് അവർ ചോദിച്ചറിയേണ്ടതല്ലായിരുന്നു. ഇനി ഈ മൊഴികളെ മുൻവിധിയോടെ അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ഥാപക അംഗത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വാർത്ഥയാണെന്നും അവർക്ക് സിനിമകൾ ചെയ്യാനാണെന്നും ഈ കമ്മിറ്റി പറഞ്ഞു. ഇതൊരു ഒരു ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള പഠന കമ്മിറ്റിയാണ്. ആ ഒരു പഠനം നടത്തുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് അവരുടെ മനസ്സ് തുറന്നപ്പോൾ അതിൽ ദുഷ്ടലാക്ക് കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അടുത്തത് തൊഴിലിടത്തിലെ ലൈംഗിക അതിക്രമം എന്ന വിഷയമാണ്. ഇത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും മേജർ കൺസേൺ ആണ്. ഏറ്റവും കൂടുതൽ പേജുകൾ അവരെടുത്തിരിക്കുന്നതും ഇതിനാണ്. അപ്പൊ ഞങ്ങളുടെ അംഗസംഘടനകളിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പല സമീപനങ്ങളുണ്ടായി. എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയുമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല, ഞങ്ങളുടെ അറിവിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ചർച്ചകൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സിനിമയിലെ ലൈംഗിക അതിക്രമത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു. പല അടരുകളുള്ള സങ്കീർണതയാണ് അതിനുള്ളത്. ഒരുപക്ഷെ ഈ കമ്മിറ്റി ഫോം ചെയ്യപ്പെടുന്ന മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നവരെയുള്ള ഇടവേളയിൽ കാര്യമായിട്ട് അതിന്റെ തോത്, അതിന്റെ ഒരു തീഷ്ണത കുറഞ്ഞിട്ടുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനവും അത് സൃഷ്ടിച്ച അവയർനെസ്സും ഒക്കെ ഇതിന് കാര്യമാണ്. ചിലർ പറയുന്നുണ്ട്, നാളുകൾക്ക് മുമ്പിൽ നടന്ന ഒരു ലൈംഗികാതിക്രമത്തെ എന്തിനാണ് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുന്നത്? അതിനെയും ഏറ്റവും ആദരവോടെയും വാലിഡിറ്റിയോടും കൂടി കാണാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം നേടുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. വർഷങ്ങൾ ഉള്ളിലൂറിക്കൂടുന്ന ഒരു ട്രോമ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത് വെളിയിലേക്ക് വരുന്നത്. അതിനെയും നമ്മൾ ആദരവോടെ കാണണം. എന്തായാലും ഈ സംസാരിക്കുന്ന സ്ത്രീയെ ഭയപ്പെടുന്നുണ്ട് സംസ്കാരവും എല്ലാ വ്യവഹാരങ്ങളും. അപ്പൊ സംസാരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു ഏജൻസി രൂപപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. ആ തുറവിക്ക്, ആ ഓപ്പൺനെസ് സാധ്യമാക്കിയതിന് WCCക്ക് വലിയ പങ്കുണ്ട്. WCCയുടെ ആ പങ്കിനെ വലിയ ആദരവോടെയാണ് ഞങ്ങൾ കാണുന്നത്. സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്നു, അവർക്കിടയിൽ സംവേദനം നടത്തുന്നു, അതവരെ എംപവർ ചെയ്യുന്നു, അവർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ സംസാരിക്കുന്നതിനെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഒരു ചർച്ചയാക്കുന്നതിന് ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഒരു സംവാദ മാതൃക രൂപപ്പെടുത്തുന്നതിൽ WCCക്കുള്ള സ്തുത്യർഹമായ പങ്കിനെ ഫെഫ്ക ആദരപൂർവ്വം കാണുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതി കൂടി ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ കണ്ടു കാണും, അവർ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്, ഓൾ മെൻ ആർ നോട്ട് ബാഡ് എന്ന് പറയുന്നത്. എല്ലാ പുരുഷന്മാരും, സിനിമയിലെ എല്ലാ പുരുഷന്മാരും ചീത്തയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഈ റിപ്പോർട്ടിന്റെ തന്നെ ഒരു പാട്രിയാർക്കൽ ആങ്സൈറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. റിപ്പോർട്ടിന് തന്നെ ഒരു ആണധികാരത്തിന്റെ ആങ്സൈറ്റി ഉണ്ട്. അയ്യോ, ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ആണുങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ഇത് വായിക്കപ്പെടുമോ എന്നുള്ള റിപ്പോർട്ടിന് തന്നെ ഒരു ഉത്കണ്ഠയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിനിമയിൽ എത്ര നല്ല ആണുങ്ങളുണ്ട്, ചീത്ത ആണുങ്ങളുണ്ട് എന്നുള്ള കണക്കെടുപ്പല്ല ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർ ചർച്ചകൾ അങ്ങനെയല്ല. അതിന് ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഒരു ഛായാഗ്രാഹകന്റെയും ഒരു സംവിധായകന്റെയും സ്ത്രീകളോടുള്ള ഉദാത്തമായ പെരുമാറ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഛായാഗ്രാഹകനും ഒരു സംവിധായകനും ഉദാത്തമായി പെരുമാറി എന്ന് ഇതിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഇവിടെ പ്രശ്നമുള്ളൂ. അങ്ങനെ പെരുമാറുന്ന അനവധി ആളുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പിഴവ് ആവർത്തിക്കലായിരിക്കും. അത് ഞാൻ ആവർത്തിക്കുന്നില്ല.
ഇനി ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് പറയുന്നതിൽ കാസ്റ്റിംഗ് കോളാണ് ആദ്യമായി പറയുന്ന ഒരു സംഗതി. അത് ഈ 5 വർഷത്തെ പ്രവർത്തനം വളരെ ഫലവത്തായിരുന്നു. കാരണം ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നുള്ളത് ഫിലിം ചേംബറിന്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും നിയന്ത്രണത്തിലാണ്. അവിടെ അറിയിക്കാത്ത, ഒഥന്റിക് അല്ലാത്ത ഒരു കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓഡീഷൻ പ്രക്രിയയും മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജാഗ്രത വേണം. അടുത്തത്, സിനിമയിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, ഫെഫ്കയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം, ഫെഫ്കയുടെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഇവിടെ ആയ ഷിബു ഇവിടെയുണ്ട്. ഞങ്ങൾ ഇവരുടെ യൂണിയനുമായി അത് വളരെ കർശനമായി ചർച്ച നടത്തി. ഇവർ പറയുന്നത് ഇന്ന് സജീവമായി നിൽക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് അത്തരത്തിലുള്ള പ്രമാദങ്ങൾ വരുത്തുന്നതായി ഇവർക്ക് അറിവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഏതെങ്കിലും കോണറിൽ നിന്ന് ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ അംഗത്തിനെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തുടങ്ങിയവർ ഈ തൊഴിലിടത്തെ സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ യോഗത്തിലുടനീളം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ഞങ്ങൾ കാണുന്ന ഒരു മാർഗം, അത് അഡ്രസ് ചെയ്യാൻ കാണുന്ന ഒരു മാർഗം അവസാനം സംസാരിക്കുന്നുണ്ട്. ഈ ഫെഫ്ക ഫെഡറേഷന് മുമ്പിൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഈ ലൈംഗിക അക്രമം സംബന്ധിച്ച, അതൊരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് പോകാത്ത രീതിയിലുള്ള ലൈംഗിക അക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള 2 പരാതികളാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, ഫെഡറേഷന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ 2ലും പരാതിക്കാരിക്ക് തൃപ്തികരമായ തീർപ്പുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലെ ഒരു പരാതിയുടെ മുഴുവൻ വിവരങ്ങളും ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരം കമ്മിറ്റിക്ക് ഫയലായി തന്നെ സമർപ്പിച്ചിട്ടുമുള്ളതാണ്. പക്ഷെ ചില യൂണിയനുകൾ ഈ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ, ആ യൂണിയനിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്നത്. ആ യൂണിയൻ ഇത് കൈകാര്യം ചെയ്യുന്ന വിധത്തെക്കുറിച്ച് അതിലെ സ്ത്രീകൾക്ക് ശക്തമായ വിമർശനമുണ്ട്. അപ്പൊ ആ യൂണിയന് തീർച്ചയായിട്ടും ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പഠിക്കുകയും ആ യൂണിയന് ഒരുപാട് കറക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്തായാലും അടുത്ത 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഈ വിശകലന രേഖയിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു പത്രസമ്മേളനത്തിൽ അത് മുഴുവൻ പരാമർശിച്ച് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ആ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ച വേറെ 2 വിമർശനങ്ങളുണ്ട്. ഒന്ന്, അതിൽ സ്ത്രീകൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായി അംഗത്വ കാർഡ് നൽകുന്നില്ല. മറ്റൊന്ന്, 35 വയസ്സ് എന്ന പ്രായപരിധി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 സംഗതികളും ഇപ്പോൾ അവരുടെ ബൈലോ അമെൻഡ് ചെയ്തുകൊണ്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ യൂണിയനിൽ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്, ഒപ്പം 35 വയസ്സ് എന്ന പ്രായപരിധിയുമില്ല. എങ്കിലും ഇതിനകത്തൊരു വലിയ സ്വയം വിമർശനം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം 2014 ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എല്ലാ ഫെഡറേഷനുകളും, ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളി ഫെഡറേഷനുകളും സ്ത്രീകൾക്ക് അംഗത്വം നൽകണം എന്നുള്ളത്. 2014 അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ശേഷം പല സ്ഥലങ്ങളിലും ഏതാണ്ട് ഒരു 5 വർഷം കൊണ്ട് അത് നടപ്പിലായപ്പോൾ ഫെഫ്കയിൽ നടപ്പിലാവാൻ 10 വർഷം വേണ്ടി വന്നു, 9 വർഷം വേണ്ടി വന്നു. അത് ഫെഫ്ക നേതൃത്വത്തിന്റെ, വിശിഷ്യ ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ തന്നെ വീഴ്ചയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അത് പലതവണ ആ യൂണിയനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടും ആ യൂണിയൻ അത് നടപ്പിലാക്കാത്തത് തീർച്ചയായും നേതൃത്വത്തിന് സംഭവിച്ച ഒരു പാളിച്ചയായി തന്നെ വേണം തിരിച്ചറിയാൻ. ആ വിമർശനം പൂർണ്ണമായ അർത്ഥത്തിൽ ഫെഫ്കയുടെ നേതൃത്വവും വിശിഷ്യ ജനറൽ സെക്രട്ടറിയും ഉൾക്കൊള്ളുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലെ ജോലി കിട്ടാത്തതിനെ കുറിച്ചുള്ള ഒരു പരാതി വരുമ്പോൾ അവരതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞിരുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്ക് ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളതാണ്.
പക്ഷേ ഈ ടേൺ സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിൽ ഫെഫ്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഏതാണ്ട് എത്ര പേരുണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്? 400 ശിഷ്ടം പേര്, 600 പേരുണ്ട്. 500-ലധികമുണ്ട് ഫെഫ്കയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അവരിൽ പലർക്കും ജോലിയില്ല. അപ്പം ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ടേൺ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിച്ചു. സംവിധായകർക്കിടയിൽ നിന്ന് കനത്ത എതിർപ്പ് വന്നു. കാരണം അവരാണ് ഹാൻഡ് പിക്ക് ചെയ്യുന്നത് അവരുടെ അസിസ്റ്റൻസിനെ. അതുപോലെ തന്നെയാണ് ഒരു DOP, അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആര് വേണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ആർട്ട് ഡയറക്ടർ, എല്ലായിടത്തും ഒരു പ്രധാന സാങ്കേതിക പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെയോ സാങ്കേതിക പ്രവർത്തകരുടെയോ സഹായികളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ടേൺ സിസ്റ്റം ഈ യൂണിയനിൽ മാത്രമായി കൊണ്ടുവരുന്നതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അടുത്ത ജനറൽ ബോഡി അത് പരിശോധിക്കും. അതുപോലെ തന്നെ ആ യൂണിയനെ രണ്ടായി പകുത്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനും ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനും രണ്ടാക്കുന്നതിനെ കുറിച്ചൊരു നിർദ്ദേശം വരുന്നുണ്ട്. അതും സമയമെടുത്ത് പരിശോധിക്കും. അതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് ബംഗാൾ സിനിമ സ്തംഭനാവസ്ഥയിലാണ്. കാരണം അവിടുത്തെ ഫെഡറേഷൻ FWICE എന്ന് പറയുന്ന ഫെഫ്കയുടെ കൗണ്ടർ പാർട്ട്, അവരവിടെ നിർബന്ധപൂർവം ടേൺ വ്യവസ്ഥ നടപ്പിലാക്കിയതിനെ അവരുടെ സംവിധായകർ എതിർത്തതുകൊണ്ടാണ് അവിടെ ഒരു വലിയ ക്രൈസിസ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.